പല ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ സ്വാധീനമാകുന്നത് സിനിമയിലെ വയലൻസുകളാണ് എന്ന് തന്നെ പറയേണ്ടതുണ്ട് എന്നാണ് പല പ്രമുഖരും ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. പറഞ്ഞു വരുന്നത് തലശ്ശേരിയിൽ വിദ്യാർത്ഥികൾ മർദ്ദിച്ച 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിന്റെ മരണമാണ്. ഈ മരണത്തിൽ സ്വമേധയാ കേസെടുത്ത് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ വരെ എത്തുകയുണ്ടായി. ജില്ലാ പോലീസ് മേധാവിയോടും ശിശുക്ഷേമ സമിതി ചെയർപേഴ്സണോടും ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ വിശദീകരണം തേടി. ലഹരിയും സിനിമയിലെ വയലൻസും കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ടെന്നും സംസ്ഥാന തലത്തിൽ ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്നും മനോജ് കുമാർ പറയുന്നുണ്ട്. സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന അക്രമ സ്വഭാവങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടെ വേണം ഈ വിഷയം ചർച്ച ചെയ്യാൻ. സോഷ്യൽ മീഡിയ, കോവിഡിന് ശേഷമുള്ള അമിതമായ മൊബൈൽ ഫോൺ ഉപയോഗം, ലഹരിയുടെ മേഖലയിലേക്ക് കുട്ടികൾ എത്തുന്നത് ഉൾപ്പെടെ പരിശോധിച്ചു വേണം കുട്ടികളെ സമീപിക്കാൻ എന്നും ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ പറഞ്ഞു. താമരശ്ശേരി ചുങ്കം പാലോറക്കുന്നിലാണ് 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസ് ക്രൂരമർദ്ദനത്തിന് ഇരയായി കൊല്ലപ്പെട്ടത്. ഷഹബാസിന്റെ മരണത്തിൽ പ്രതികളായ കുട്ടികളുടെ ജാമ്യാപേക്ഷ പിന്നീട് തള്ളുകയുണ്ടായി. 5 വിദ്യാർത്ഥികളുടെ ജാമ്യാപേക്ഷയാണ് തള്ളിയത്. ഇവരെ ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് അയക്കും. പരീക്ഷ എഴുതാനും വിദ്യാർത്ഥികൾക്ക് അവസരം നൽകും. ഇപ്പോൾ 5 വിദ്യാർത്ഥികളെയും ജുവനൈൽ ഹോമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒബ്സർവേഷൻ റൂമിലേക്കാണ് മാറ്റിയത്. ജാമ്യാപേക്ഷ നിരസിച്ചതിന് പിന്നാലെയാണ് നടപടി. ട്യൂഷൻ ക്ലാസ്സിലെ ഫെയർവെൽ പാർട്ടിക്കിടെ മൈക്ക് ഓഫ് ആക്കിയതുമായി ബന്ധപ്പെട്ട തർക്കം സംഘർഷത്തിലും കൊലപാതകത്തിലും കലാശിക്കുകയായിരുന്നു. ഏളേറ്റിൽ വട്ടോളി MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളും തലശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളുമാണ് പരസ്പരം ഏറ്റുമുട്ടിയത്. കരാട്ടെ പരിശീലിക്കുന്നവർ ഉപയോഗിക്കുന്ന നെഞ്ചക്ക് ഉപയോഗിച്ചാണ് പ്രതികൾ ഷഹബാസിനെ മർദ്ദിച്ചത്. ഇവരുടെ ഓഡിയോ ക്ലിപ്പുകളൊക്കെ ഇന്നേ ദിവസം പുറത്തുവരികയും ചെയ്തു. ആൾക്കൂട്ട മർദ്ദനത്തിൽ മരിച്ചാൽ കേസാകില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട്. കുട്ടികളുടെയൊക്കെ പോക്ക് എങ്ങോട്ടാണെന്നുള്ളതാണ് വലിയ ഞെട്ടിപ്പിക്കൽ സംഭവിക്കുന്നത്. ഇതിനൊക്കെ കാരണമാകുന്നത് സിനിമയും ലഹരിയുമാണെന്ന് പറയുമ്പോൾ സിനിമയുടെ സഞ്ചാരം വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. മാർക്കോ പോലൊരു സിനിമ ഇറങ്ങിയപ്പോൾ മുതൽ ഇതിനൊരു മുൻതൂക്കം വന്നു എന്ന് തന്നെ പറയാം. സമൂഹത്തിൽ ഉണ്ടാകുന്ന ആക്രമണങ്ങൾക്ക് സിനിമയ്ക്കും പങ്കുണ്ടാകാമെന്ന് കേന്ദ്ര സഹമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി പറയുന്നുണ്ട്. എന്നാൽ എല്ലാം ഉത്ഭവിച്ചത് സിനിമയിൽ നിന്നാണ് എന്ന് പറയരുത്. ഇത്തരം ആക്രമണങ്ങൾ തടയാൻ സമൂഹം ഒന്നായി രംഗത്ത് ഇറങ്ങണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. സമൂഹത്തിലെ ആക്രമണത്തിന് സിനിമയ്ക്കും പങ്കുണ്ടാകാം, എന്നാൽ എല്ലാ സിനിമയിൽ നിന്നാണ് ഉത്ഭവിച്ചത് എന്ന് പറയരുത്. അടുത്തിടെ ഇത്തരത്തിൽ ചർച്ചയായ സിനിമയാണ് ഇടുക്കി ഗോൾഡ്. എന്നാൽ ഇത്തരം ഒരു സംഭവം ഉണ്ടായതിനാൽ ആണല്ലോ അതിൽ നിന്നും സിനിമ ഉണ്ടായത്. എന്നാൽ ആ സിനിമ മനസ്സിലാക്കണം. ഒരു സിനിമ കണ്ട് അത് മനസ്സിലാക്കണം. ഓരോ കുട്ടിയും പിറന്നു വീഴുന്നത് രാജ്യമാകുന്ന കുടുംബത്തിലേക്കാണ്. അവർ പാഴായി പോയിക്കൂടാ, പൊലിഞ്ഞു പോയിക്കൂടാ. ഇത്തരം ആക്രമണങ്ങൾക്കെതിരെ എല്ലാവരും ഒന്നിച്ച് രംഗത്ത് വരണം. സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് പറഞ്ഞത് ഇങ്ങനെയാണ്. സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ആക്രമണത്തിലും ലഹരി ഉപയോഗത്തിന്റെ സ്വാധീനം വലിയ തോതിൽ ചർച്ചയാകുകയും അതിൽ സിനിമയുടെ സ്വാധീനം എന്നത് വിഷയമായി വരുമ്പോഴാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണം. സിനിമയിൽ കാണിക്കുന്ന രൂക്ഷമായ വയലൻസ് അടുത്തിടെ നടന്ന വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിലും താമരശ്ശേരി സംഭവത്തിന്റെ പശ്ചാത്തലത്തിലും ചർച്ചയായിരുന്നു. അടുത്തിടെ സിനിമയിൽ വയലൻസ് നിയന്ത്രിക്കണമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടിരുന്നു. സിനിമയിലെ ആക്രമണങ്ങൾ യുവാക്കളെ സ്വാധീനിക്കുന്നുണ്ട്. ഇതിൽ സർക്കാർ ഇടപെടൽ അത്യാവശ്യമാണ്. മാർക്കോ അടക്കം സിനിമയുടെ പേര് എടുത്തു പറഞ്ഞാണ് ചെന്നിത്തലയുടെ ആരോപണം. വ്യാപകമായ ആക്രമണം നടക്കുകയാണ്. അതിനിടയിലാണ് സിനിമയിലെ വയലൻസ് കൂടുന്നത്. RDX, കൊത്ത, മാർക്കോ സിനിമകൾ ഇതിന് ഉദാഹരണമാണ്. സർക്കാർ ഇവിടെ നിഷ്ക്രിയരായി ഇരിക്കുകയാണ്. സർക്കാർ ഇടപെടൽ അത്യാവശ്യമാണ്. ഇത്തരം ചിത്രങ്ങൾ യുവാക്കളെ വഴിതെറ്റിക്കാനോ ആക്രമണത്തിലേക്ക് നയിക്കുന്ന രീതിയിലോ ശ്രമിക്കുന്നത് ആപൽക്കരമായ കാര്യമാണെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. എന്നാൽ ഇങ്ങനെയുള്ള സിനിമകൾക്കാണ് ഇപ്പോൾ വലിയ മാർക്കറ്റ് ഉള്ളത് എന്നുകൂടി ഓർക്കണം. നിരവധി പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്ന ജോണർ കൂടിയാണ് ഇങ്ങനെയുള്ള ആക്ഷൻ വയലൻസ് സിനിമകൾ. എന്നാൽ കേരളത്തിന് ഇതിനൊരു കടിഞ്ഞാണ് ഇട്ടാൽ വലിയ രീതിയിലുള്ള ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. സെൻസറിങ്ങിൽ കത്രിക വീണാലും അതൊക്കെ എന്താകുമെന്നുള്ള ചിന്തയിലാണ് മറ്റൊരു വിഭാഗം പ്രേക്ഷകർ. മാർക്കോയുടെ സെക്കൻഡ് പാർട്ട് ഇപ്പോഴത്തെ RDX കഴിഞ്ഞ് നെഹാസ് ഹിദായത്ത് ഒരുക്കാൻ പോകുന്ന ദുൽഖർ സൽമാൻ ചിത്രവും ഒരു ആക്ഷൻ രീതിയിലുള്ള സിനിമയായിരിക്കുമെന്നാണ് പറയാൻ കഴിയുന്നത്. ദുൽഖറിന്റെയൊക്കെ തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്ന ഒരു ഗംഭീര സിനിമയാണ്. നെഹാസ് ഹിദായത്ത് നേരത്തെ ഒരുക്കിയ ചിത്രം ആക്ഷൻ ജോണർ ആയിരുന്നതുകൊണ്ട് തന്നെ ഇതും ഒരു ആക്ഷൻ ചിത്രമായിരിക്കുമെന്ന് ഉറപ്പിക്കാവുന്ന ഒരു ഫസ്റ്റ് ലുക്ക് ടൈറ്റിൽ പോസ്റ്ററാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. I am game എന്നാണ് സിനിമയ്ക്ക് പേരിട്ടിരിക്കുന്നത്. ഈ ഫസ്റ്റ് ലുക്കിൽ കാണിച്ചിരിക്കുന്ന രീതി കണ്ടാൽ തന്നെ മനസ്സിലാകും ഇതിനും നല്ല രീതിയിലുള്ള ആക്ഷൻ വയലൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന്. ഇതിനൊക്കെ കത്രിക വീണാൽ ചിത്രത്തിന്റെ മികച്ച എന്റർടൈൻമെന്റിനെ ബാധിക്കുമെന്നതാണ് പറയാൻ കഴിയുന്നതും. ഈ അവസരത്തിൽ നെഹാസ് ഹിദായത്തിന്റെ കഥയിൽ സജിൻ ബാബ, ബിലാൽ മൊയ്തു, ഇസ്മയിൽ അബൂബക്കർ എന്നിവർ ചേർന്നാണ് സിനിമയ്ക്ക് തിരക്കഥ ഒരുക്കുന്നത്. ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ ആയിട്ടാണ് ചിത്രം ഒരുങ്ങുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതൊക്കെ ഈ ജോണറിൽ വരുന്നതാണെങ്കിൽ പണി പാളുമല്ലോ എന്നാണ് പലരും പറയുന്നത്. എമ്പുരാനിലും ഇതുപോലെ എക്സ്ട്രീം വയലൻസ് ഉണ്ടെങ്കിൽ അതിനും കത്രിക വീഴാൻ സാധ്യതയുണ്ട് എന്നും പല പ്രേക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്.